തേൻ ചേർത്ത് നാവിൽ നിറച്ച് കുട്ടിക്കലവില എരിവോടെയും പുളിവോടെയും ഉപ്പെന്നുള്ളി തമ്മിൽ തല്ലി കുട്ടിക്കടുമണി നാടൻ കറിയും നാടൻ രുചിയും നാവിൽ നിറയും ചൂടോടെ കുട്ടിക്കളിയും കുട്ടിക്കൊതിയും കുട്ടിക്കൈയുടെ കൈപുണ്യവും തക്കാളി അരിഞ്ഞിട്ട് വെള്ളരി മുറിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് സലാഡ് മൊത്തണ്ടാക്കിയാണ് പൂവൻ പഴവും പഞ്ചസാരയും ചേർത്ത് അച്ചിയ പാലൊഴിച്ച് ഷാജാഷി കൊന്നുണ്ടാക്കി ഉള്ളി ചതച്ചരച്ച് വേപ്പില മല്ലി ചേർത്ത് ഉപ്പും മുളകും ഇട്ട് കോഴിക്കറിയുണ്ടാക്കി കുട്ടിക്കലവറ. കുസൃതി തരങ്ങളുമായി എത്തിയ കുട്ടിക്കലവറയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ മൊത്തം ബ്ലോഗ് മാത്രാണല്ലോ. ഈ കുഞ്ഞിപ്രായത്തിൽ തന്നെ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞ് അഭിനന്ദ്. കുഞ്ഞുവിനെയും കുഞ്ഞുഞ്ഞിനെയും തേടി നിഷ സാരംഗ്. കുറുമ്പിന്റെ രാജകുമാരൻ അഭിനന്ദിനെ തേടി നിഷ സാരംഗ് കുറുമ്പും കുസൃതികളും നിറഞ്ഞ അഭിനന്ദിന്റെ വീട്ടിൽ. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ബനാന ഷേക്ക്. ഞങ്ങളിനി പഴം പൊളിക്കാൻ പോവാണ്. കുറച്ച് പാല് ഒഴിച്ചോ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഒരു ചട്ടമ്പിയാണ് നമ്മുടെ കുഞ്ഞു. ഒപ്പം സഹോദരൻ കുഞ്ഞുഞ്ഞു. ഇവരെ കയ്യിലെടുക്കാനും ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനും വേണ്ടിയിട്ട് നിഷ ഇവരുടെ സ്കൂളിലേക്കും വീട്ടിലേക്കും ഒരു യാത്ര പുറപ്പെട്ടു. ഞങ്ങളൊരു യാത്രയിലാണ്. എങ്ങോട്ടെന്ന് പറയാമോ? ഒരു സർപ്രൈസ് വിസിറ്റായത്. എൻ്റെ അഭിനവിൻ്റെ സ്കൂളിലേക്ക് പോവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. അവിടെ ചെന്ന് അവന്മാരൊന്ന് ഞെട്ടിക്കുക. അതാണിപ്പോൾ എൻ്റെ ഒരു അത് അവരുടെ മുഖത്തുള്ള ഒരു നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴുള്ള അവരുടെ മുഖത്ത് ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും എനിക്ക് ഇടിയായിരിക്കും. എന്തിനേക്ക് മാത്രമേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇടിയായിരിക്കും. എന്നാലും സാരമില്ല, എനിക്ക് അവരെ ഒന്ന് ഞെട്ടിക്കുക. അതാണ് ഉദ്ദേശിച്ചത്. അതാ നമ്മളെത്തി. As we all know, we will shine upon that star. You shower your love, God, you're beautiful. You told me you will be there for me. I feel your love, 'cause I do believe. I see you smile down on me. നമ്മൾ അഭിനന്ദിന്റെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇതേതാണ്? ഇത് LKG. ഇതല്ല. അഭിനന്ദിന്റെ ക്ലാസ് റൂം എല്ലാവർക്കും അറിയാം. കാരണം അഭിനന്ദ് തന്നെ പറഞ്ഞ് പ്രശസ്തമാക്കിയ നമ്മുടെ UKG A. ഇവിടെ UKG Aയിൽ നമ്മൾ എത്തി. ഞാൻ UKG Aയിലേക്ക് കയറുകയാണ്. നമസ്കാരം. മിസ്, ഞാൻ കുട്ടിക്കലവറയിൽ നിന്ന് വരിക. അഭിനന്ദിന്റെ മെൻറ്ററാണ്. വെൽക്കം ടു ക്ലാസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. Morning, teacher. അഭിനന്ദ് എവിടെ? ഇവിടെ എല്ലാവരും ഒരേപോലെ ഇരിക്കുക. ഓ, ദേ ഇരിക്കണു വില്ലൻ. തലൈവരുടെ ആക്ഷനാണ്. എന്തുണ്ട്? ഒത്തിരി വിശേഷങ്ങളൊന്നും ഇവിടെ ഇല്ല. ക്ലാസ്സിലായിരിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി വിശേഷങ്ങളൊന്നുമില്ല. മിസ് എങ്ങനെയാണ് മിസ്? ആണോ? നിന്നെ അടിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ. പോകണ്ടോ? അഭിനന്ദിന്റെ അടുത്ത് പാവമായിട്ടിരുന്ന അഭിനന്ദൻ മിസ്സിനെ കൊണ്ടുപോകുന്ന മിസ് പറയണേ. നമുക്ക് അനുഭവമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റയ്ക്ക് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ അടുത്തിരിക്കുന്നവരൊക്കെ ഉപദ്രവിക്കും അല്ലേ? അതുകൊണ്ട് ഇച്ചിരി സ്ട്രിക്റ്റ് ആവും. എന്താ അവിടെ പ്രശ്നം? മുടി പിടിച്ച് വലിച്ചോ അഭിനന്ദിന്റെ? അഭിനന്ദൻ നീ മൂക്കിനിട്ട് ഇടിച്ചില്ലേ ഇവന്റെ?
എന്നെ ശല്യപ്പെടുത്താൻ പറ്റുവാ. അതിന് മൂക്കിലിട്ടാണ് ഒഴിക്കണേ. അല്ല അവന് ഒന്ന് തൊട്ടേ ഉള്ളൂ. കഴുത്തി പിടിച്ചോ? എങ്ങനെ പിടിച്ചേ? ഇങ്ങനെ പിടിച്ചോ? ഇവിടെയാ. എന്താണ് ഞാൻ വരട്ടെ. എന്റെ ഈശ്വര, എന്തൊക്കെ കംപ്ലൈന്റ് ആണ്. നാണം കെടുത്തിയ വിടുള്ളൂ എന്നെ ഇവിടുന്ന്. നീ പെൺകുട്ടികളെ പോലും വെറുതെ വിടാറില്ലേ? ആ, അവനെ ആക്രമിക്കാൻ വരണ. നിങ്ങൾ എന്തിനാ അവനെ ആക്രമിക്കാൻ വരണേ? കണ്ട കംപ്ലൈൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെല്ലാരും എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുക. കുഞ്ഞിന് നല്ല സുന്ദരമായ ഫോട്ടോ കാണോ? കുഞ്ഞെടുത്ത ഫോട്ടോ കാണിച്ചു തരാം. എന്ത് ഭംഗിയല്ലേ കാണാൻ. കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഇവിടെ തിരക്കി. ഇവിടെ മിസ്സിൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മിസ് കുഞ്ഞു പഠിക്കാറുണ്ടോ, നല്ല കുട്ടിയായിട്ട് പഠിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വികൃതിയുണ്ട്, പക്ഷേ ക്ലാസ്സിൽ നന്നായി പഠിക്കുമെന്ന് പറഞ്ഞു. നല്ല ബുദ്ധിയുള്ള കുട്ടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോഴുണ്ടല്ലോ കുഞ്ഞു തരാനാണ് തോന്നിയ. സത്യം. നമ്മുടെ കുഞ്ഞിൻ്റെയും കുഞ്ഞുഞ്ഞിൻ്റെയും വീട്ടിലേക്ക് പോവുകയാണ്. പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ചെല്ലുന്നേ. എനിക്കാണെങ്കിൽ വഴിയൊന്നും അറിയില്ല. കറക്റ്റായിട്ട് വന്നു ഞങ്ങൾ. പക്ഷേ കുറേ പേരോട് ചോദിക്കേണ്ടതായിട്ട് വന്നു. വീട് എവിടെയാണ് ഇനിയും ചോദിക്കേണ്ടി വരും. ഒരു ചേച്ചി പറഞ്ഞു ചോദിക്കാം. ചേച്ചി, പിന്നെ ഈ കുഞ്ഞുഞ്ഞു എന്ന് പറഞ്ഞ 2 കുട്ടികൾ, മറ്റേ നമ്മളെ കുട്ടിക്കലവറയിലുള്ള 2 കുട്ടികൾ, അവരുടെ വീട് അറിയാമോ? അറിയാം. എവിടെയാ? ഇത് തൊട്ടടുത്ത അവിടെ കാണുന്നത്. ഏതാ? ആ വെള്ള വീട്. വീടെത്തി. അവരവിടെ ആരും ഇല്ലേ? ഭഗവാനെ, ആരും ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോരേണ്ടി വരും കേട്ടോ. അടച്ചിട്ടുമ്പോ വീട്ടിലേക്കുള്ള വഴി അന്വേഷിച്ച് വീടിന് മുന്നിലെത്തിയ നിഷ ഒരു നിമിഷം ഇവിടെ ആരുമില്ലെന്ന് സംശയിച്ചു നിന്നപ്പോൾ അതാ കേൾക്കുന്നു കുഞ്ഞുവിന്റെയും കുഞ്ഞുഞ്ഞിന്റെയും കുറുമ്പിന്റെ കലപില. ഇപ്പൊ എനിക്ക് നിങ്ങളെ കാണുമെന്നൊക്കെ തോന്നും ഇടയ്ക്കിടയ്ക്ക്. നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റണില്ലടോ. അമ്മയച്ഛനെ ബസ്സിൽ മെസ്സേജ് പോലും തരാൻ പറ്റിയില്ല. കാരണം കാണണമെന്ന് തോന്നിയപ്പോ മെസ്സേജ് അയക്കാനുള്ള ഗ്യാപ്പ് പോലും എന്നിൽ ഉണ്ടായിരുന്നില്ല. അമ്മേ, ഇവിടുന്ന് തുടങ്ങി പീഡനം. എന്തൊന്നും മിണ്ടാത്ത കുഞ്ഞു. ആ, ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. ഇന്ന് പോന്നെ എപ്പാ നോക്കിയാലും പനിയാ. കള്ളനാ, നോണേനാ. പനി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ക്ലാസ്സിൽ നെറ്റിയില്ല. ഓ, പനി പോട്ടെ കേട്ടോ. പിന്നെ ഇപ്പഴല്ലേ എനിക്ക് മനസ്സിലായത്. രണ്ടുപേരടുത്ത് ഞാൻ ചോദിക്കും ഓരോ ചോദ്യങ്ങൾ. പടം വരയ്ക്കാൻ ആർക്കൊക്കെ അറിയാം? വരയ്ക്കാൻ ധൈര്യമുള്ള ആൾക്കാർ ഇവിടെ വന്നിരിക്കും. ഈശാമൻ വരച്ചോ? എന്നെ വരക്കാം കേട്ടോ. കണ്ടോ, കറക്റ്റായിട്ട് എന്താന്ന് മനസ്സിലാവും. എന്റെ ഈശ്വരൻ, ഇതാണ് കുഞ്ഞു വരച്ച ഈശാമ. കണ്ടല്ലോ, ഈ ഇരിച്ചന ഈശാമയാണ് ഈ വരച്ച. അല്ല, ഈശാമയാണ് ഈ കുഞ്ഞു വരച്ച. ഇത് കളറൊക്കെ ചെയ്ത് തന്നെ. കുറുമ്പിന്റെ കുട്ടിവിരലുകളിൽ ചിത്രരചന തുടങ്ങിയ കുഞ്ഞു സ്നേഹം പകർന്നെത്തിയ നിഷയുടെ ചിത്രം വരച്ച് ഹൃദയം കവർന്നു. എന്റെ കളർ ഇതൊക്കെയാണ്. എനിക്ക് 2 കളറാണ് ഉള്ളത്. കുഞ്ഞുവിനെ വരച്ച് കാണിച്ചു തരാം.
പോരെ? ഏറ്റവും ഇഷ്ടം ആരെയാ? ആ ഇപ്പൊ എന്നെയാണ്. നേരത്തെ അമ്മയെക്കാളും അച്ഛയെക്കാളും എല്ലാ കാര്യക്കാരും ചേച്ചി കേട്ടോ. എന്റെ ഈശ്വര, ഇങ്ങനെ സത്യം പറയുന്ന ഒരു കൊച്ചു ലോകത്തുണ്ടാവില്ല അല്ലേ? വാ തുറക്കണത് സത്യം പറയാൻ വേണ്ടി മാത്രമാണ്. ഇവനാണെങ്കിൽ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും വേണ്ടി മാത്രമാണ്. ചേച്ചിയല്ലേ തീറ്റ പണ്ടാരാ, തീറ്റ പണ്ടാരം. വെറുതെ ആവശ്യമില്ലാതൊക്കെ പറയാൻ അപമാനിക്കല്ലോ. ആ ചേച്ചി നല്ല സുന്ദരിയും ആവശ്യത്തിന് തിന്നവും ഒരു നേരം കഞ്ഞി പോലും നല്ല സുന്ദരിയാ. ഇപ്പൊ മുഖം ഒന്ന് കാണിച്ച ക്യാമറയില് കണ്ടേ എന്റെ മുഖം നല്ല സുന്ദരിയല്ലേ? എന്ത് സുന്ദരിയാ. ഒന്ന് ആ മുഖം കൂടി കാണിച്ചു. അമ്മയാണോ ചേച്ചിയാണോ സുന്ദരി? എനിക്ക് വയ്യ. ആന്റി പോട്ടെ, ആന്റിക്ക് അവിടെ വണ്ടി വെയിറ്റ് ചെയ്യാ. എന്നാ പൊക്കോ. പക്ഷെ എന്തെങ്കിലും വരണേ ഒരു ദിവസം ആ ഫോൺ മേടിച്ചോണ്ട്. ഏത് ഫോണാണ്? കളിപ്പാട്ട ഫോണ് പറഞ്ഞില്ല. കളിപ്പാട. അയ്യോ ഞാൻ പേടിച്ചു പോയി. ഇടയ്ക്ക് വന്ന് കുഞ്ഞിനെയും കുഞ്ഞുഞ്ഞിനെയും കാണാം. ടാറ്റാ. എന്റെ അമ്മേ. കുഞ്ഞുവും കുഞ്ഞുഞ്ഞും നൽകിയ സ്നേഹത്തിന്റെ പൊന്നുമ്മകൾ ഏറ്റുവാങ്ങി ഹൃദയം നിറഞ്ഞു തുളുമ്പിയ സ്നേഹത്തോടെ നിഷ സാരംഗ് ഹൃദയങ്ങൾ ഹൃദയത്തോട് ചേർന്ന നിമിഷങ്ങളിൽ നിന്ന് പടിയിറങ്ങി. വരണില്ലേ? എന്റെ യാത്രയൊക്കെ പുറത്തേക്ക് വരണില്ലേ? കുഞ്ഞുവിന്റെ വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും അല്ലേ നമ്മുടെ കലവറ വിശേഷങ്ങൾ അറിയാനായിട്ട്. കലവറയിലേക്ക് ഉണ്ടാക്കാൻ പോണത് ചോക്ലേറ്റ് ബനാന ഷേക്ക്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബനാന വേണം, കട്ടപ്പാല് വേണം, പിന്നെ ഷുഗർ വേണം. ഇതൊക്കെ കൂടി സൂപ്പർ നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ സൂപ്പർ ഷേക്ക് റെഡിയാവും. നീ കാണുന്ന ഗ്ലാസ്സിലോട്ട് ഒഴിച്ചോ. പതുക്കെ ഒഴിച്ചില്ലെങ്കിൽ ഒരാളിങ്ങനെ പിടിച്ചു നേരം. അതിനാണ് എല്ലാവരും രണ്ടുപേരായി വേഗം മുറിക്ക്. 4 അല്ലേ 3 5 അവള് പറഞ്ഞില്ല 3 ഞാൻ മറന്നുപോയി. നീ മറക്കൂല, എല്ലാം മറക്കും. ഓ മറക്കാത്ത ആള്. പഴം പൊളിക്കാൻ പോവാണ്. മിക്സിക്കിടാം. ഇടയ്ക്കിടയ്ക്ക് വായിലേക്ക് വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ശരി. ഇടയ്ക്കിടയ്ക്ക് നീയും വായിൽ വയ്ക്കും. ആര് പറഞ്ഞു? എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ്. ഐസ്ക്രീം ഇടാൻ പോവാണ്. ഇത് ഡെക്കറേറ്റ് കളിച്ച് നമുക്കിനി ഷേക്ക് ഉണ്ടാക്കാം. നമുക്ക് അടിച്ചു തുടങ്ങാം. ഞാനിത് കൃഷി ചെയ്തോട്ടെ. കൃഷി ചെയ്തോ നന്നായിട്ട് പിടിക്കണേ. അച്ഛോ
ചോക്ലേറ്റ് ജ്യൂസ്. നിർത്തിക്കടാ. എന്തോ ഇത് ഇങ്ങോട്ട് ഇടാം, തിരിച്ച് ഇത്ര ഇടാം. ഞങ്ങളിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവാണ്. പക്ഷെ ഇതുപോലെ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടാ. കൊതി വരുവത്തില്ല. നമുക്ക് ഷേക്ക് ഒഴിക്കാം. ഒഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇത്ര പാട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഗാർണിഷിങ് കൂടി ഇത്തിരി കൂടി ചെയ്യണ്ട്. അപ്പോൾ ഞങ്ങളത് ചെയ്യട്ടെ കേട്ടോ. ഞങ്ങളുടെ ഷേക്ക് റെഡി. കണ്ടോ, നല്ല രസത്തിലെ കാണാം. ഞങ്ങളുടെ ചോക്ലേറ്റ് ബനാന ഷേക്ക് റെഡി ആയിരിക്കുന്നു. കുറച്ചേ ഉള്ളൂ, എന്നാലും ഞങ്ങളുടെ മിൽക്ക് ഷേക്ക് റെഡി. എന്തായാലും ഫുള്ളായില്ല, ഇച്ചിരി ആയാലും എന്തായാലും ഞങ്ങളുടെ ചോക്ലേറ്റ് ബനാന മിൽക്ക് ഷേക്ക് റെഡി. ഞാനും ജിയോ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എൻ്റെ ഒപ്പം സായിലില്ലെങ്കിലും ജിയോടെ പരുന്തതി ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ലോണം ചെയ്തു. ഞങ്ങൾ ഫസ്റ്റ് കാണിച്ചു. സായിൽ അരുന്തതി കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവില്ലേ? കണ്ടില്ലേ നേരം പുലരാണ് കോഴിക്കൊക്കൊന്നു കൂകണ് കേട്ടില്ലേ കൊട്ടും കുരവയും അർപ്പുവിളികളും ചെങ്ങില താളോ കണ്ടില്ലേ നേരം പുലരാണ് കോഴിക്കൊക്കൊന്നു കൂകണ് കേട്ടില്ലേ കൊട്ടും കുരവയും അർപ്പുവിളികളും ചെങ്ങില താളോ വരണണ്ടേ കാടും മേടും കട നാറ്റിക്കുറുക്കിയ ജഗമാരാതെ വരണണ്ടേ കാടും മേടും കട നാറ്റിക്കുറുക്കിയ ജഗമാരാതെ സിനിമ പടം പിടിക്കുന്ന കുട്ടിക്കുറുമ്പമാരാതെ കാഴ്ചയിൽ ചട്ടമ്പിയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് നല്ല രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ കുഞ്ഞൂനുണ്ട്. കുട്ടിക്കലവറ വേദിയിൽ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ വേഷം അണിയാനും കുഞ്ഞൂന് സാധിച്ചു. ഈ കുഞ്ഞിപ്രായത്തിൽ തന്നെ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞ് അഭിനന്ദ്. കുട്ടിക്കലവറയുടെ ഇടവേളകളിൽ ഒരു പാർട്ട് ടൈം ഓട്ടോ ഡ്രൈവറുടെ വേഷം അണിഞ്ഞിരിക്കുകയാണ് കക്ഷി. ഞങ്ങൾക്ക് ആദ്യം നോർത്തിൽ പോകണം. ഇവിടെ മൊത്തം ബ്ലോഗ് മാത്രാണല്ലോ. ഇത് എവിടെയാണ് പോകുന്നത്? ഞങ്ങൾക്ക് ആദ്യം നോർത്തിൽ പോകണം, പിന്നെ സൗത്തിലും പോകണം. പേര് പറ്റാനാണോ ഈ പോകുന്നത്? നിന്റെ ജോലി നോക്ക്. സൗത്ത് ഞങ്ങൾക്ക് പിന്നെ നോർത്തിൽ പോകണം. ആ സൗത്ത് എത്തി ഇറങ്ങും. ഞങ്ങൾക്ക് നോർത്തിൽ പോകണം. കൊച്ചിയുടെ ട്രാഫിക് ബ്ലോക്ക് അഭിനന്ദിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവിടെ പോ ഇവിടെ പോ എന്ന് പറഞ്ഞ് ആൻഡോയും കൃഷ്ണദേവും ഓട്ടോയിൽ കൊച്ചി മുഴുവൻ കറങ്ങി. കാശ് 200. ശരി, ഞാൻ നോക്കട്ടെ. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ അഭിനന്ദന് ഓട്ടോ ഓടിക്കൽ മതിയായി. ഈ തല്ലിപ്പൊളി ഓട്ടോ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഓട്ടോ ചവിട്ടി മറിച്ചാണ് അഭിനന്ദ് ദേഷ്യം തീർത്തത്.
ഇന്നത്തെ തട്ടുപൊളിപ്പൻ പ്രകടനങ്ങളും ഓട്ടോ ഓടിക്കലും തല്ലിപ്പൊളിക്കലും എല്ലാം കണ്ടില്ലേ? നാളെ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തങ്ങളായ വിശേഷങ്ങളുമായി കുട്ടിക്കലവറ എത്തുന്നതാണ്.